നല്ല നമസ്കാരം. അപ്പോൾ ദിനദരികടവും ആരംഭിക്കുകയാണ്. എന്താ പറയുക, ഒന്നും രണ്ടുമല്ല 7 ഉപദേശകരാണ് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ചുറ്റുമുള്ളത്. എന്നിട്ടും സൂചി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം JCB വെച്ച് മാന്തുകയാണ്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ ഊളത്തരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ നടത്തുന്നത്. ഇത് കാണുമ്പോൾ തോന്നുന്നത് ഉപദേശകരുണ്ടെങ്കിൽ ഭരണം ഗംഭീരമാകുമെന്ന് ആരാണോ അദ്ദേഹത്തെ ഉപദേശിച്ചത്, ഈ ഉപദേശകരുടെ ഉപദേശങ്ങളെല്ലാം അതേപടി അനുസരിക്കരുതെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഒരു ഉപദേശകനെ കൂടി വെക്കാവുന്നതാണ്. ആവശ്യമില്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടും പിന്നെ തിരുത്തിയും ഡൽഹിയിലും കേരളത്തിലുമായി കറങ്ങി നടക്കുന്ന സഖാവ് MA ബേബിയെ പോലുള്ളവരെ മേപ്പടി ഉപദേശ സംഘത്തിലേക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് ഉപദേശിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ദിനദരികടവും ഉപദേശങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രണ്ടായ കാലം മുതൽ തുടരുന്ന അടിയാണ് CPIയും CPMും തമ്മിലുള്ളത്. ആരാണ് നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന കാര്യത്തിൽ ഇതുവരെ ഇരു പാർട്ടികളിലും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. എന്നാലും സാർവദേശീയ ഐക്യത്തെക്കുറിച്ചും രണ്ടു കൂട്ടരും പറയും. ഓസോൺ പാളിയിലെ സുഷിരത്തെക്കുറിച്ച് CPI ആശങ്കപ്പെടുമ്പോൾ പൊറോട്ടയ്ക്കൊപ്പം ബീഫ് നിശ്ചയിക്കുന്നതിനെതിരെ CPMും എതിർക്കും. എന്നാൽ അന്നും ഇന്നും രണ്ടുപേർക്കും തമ്മിൽ കണ്ടാൽ ചൊറിഞ്ഞു വരും. അത് പ്രതിപക്ഷത്തിരുന്ന കാലത്തെ അടിയോടുകൂടി ആരംഭിക്കാം. ഇവന്മാരുടെ ജനനത്തിന് 1.5 മിനിറ്റിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും രണ്ടും 2 നക്ഷത്രങ്ങളാ, 2 ഗണങ്ങളാ. ഒന്ന് ദേവനും മറ്റൊന്ന് അസുരനും. അതുകൊണ്ട് തന്നെ ഇവർ ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇവര് തമ്മിൽ ഒരിക്കലും ചേരില്ല. പല അനുഭവങ്ങളിലൂടെ നമുക്കത് ഇപ്പൊ തന്നെ ബോധ്യമാണല്ലോ. നമ്മൾ ഒരുപാട് സമരം നടത്തി. ആ സമരം വേണത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. എങ്ങനെ ചിലർ പറയുന്നത് സമരം അഡ്ജസ്റ്റ്മെന്റ് സമരമാണെന്ന്. ജനങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കട്ടെ. CPIM ആരുമായിട്ടും അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടില്ല, എതിർഭാഗത്തുള്ളവരുമായി അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടില്ല. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഉദ്ദേശിച്ചു? അത്തരം സമരങ്ങൾ നടക്കുമ്പോൾ CPIയുടെ നേതാക്കന്മാരാരെങ്കിലുമായി അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടുണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കിയാലേ പറയാൻ പറ്റൂ. എനിക്കിതേവരെ അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ സമരങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അസംബന്ധമാണത്. ആ ആക്ഷേപം സ്വയം വിമർശനപരമായി നമ്മൾ ചിന്തിക്കണം. സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്ന് അവർ തന്നെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ ഒരു പാർട്ടിയാണല്ലോ അത്. ഞാൻ ചോദിക്കട്ടെ, ഒരു സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പരസ്യമായി പറഞ്ഞതല്ലേ ഈ സീറ്റിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന്? സീറ്റിന്റെ പേര് ഞാൻ പറയണ്ടല്ലോ. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെയുള്ള ഒരു തെരുവ് പ്രസംഗത്തിന്റെ ഭാഗം മാത്രമാണ്. എങ്ങനെ ഒരു തെരുവ് പ്രസംഗത്തിന്റെ ഭാഗം മാത്രമാണ് തെരുവ് പ്രസംഗം എന്ന് പറയുന്നത്? ഈ നമ്മുടെ പാർട്ടിയുടെ ചരിത്രം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൃഷ്ണപിള്ള, AKG, MN ഒക്കെ തെരുവിൽ പ്രസംഗിച്ചിട്ടാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിലുള്ള പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. ആ തെരുവിൽ പ്രസംഗിക്കുന്നത് അഭിമാനകരമായ കാര്യമായി ഞങ്ങൾ കണക്കാക്കുന്നത്. ഇവരുടെ ജാതക പ്രകാരം ഇവർ ഒരുമിച്ച് വാഴാൻ പാടില്ല. അങ്ങനെ വന്ന ഈ വീട്ടിലൊരു അപമൃത്യു വരെ സംഭവിച്ചു. ഇക്കണ്ട അടിയെല്ലാം കഴിഞ്ഞിട്ടും നന്നാകും എന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ വീണ്ടും LDFനെ അധികാരമേൽപ്പിച്ചു. ദേ അപ്പോഴും ശങ്കരൻ എഗെയിൻ ദ കോക്കനട്ട് ട്രീ. ഇനി പൈറ്റ് തുടങ്ങാം. നീ വരൂ. ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട്, പണ്ട് ബിനോയ് വിശ്വനും രാജേന്ദ്രനും ആ 2 വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിച്ചൊരു സമീപനമുണ്ട്. അവരൊക്കെ കാട്ടിയൊരു മാതൃക ഉണ്ട്. ആ മാതൃക തുടർന്നോളണം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. CPI മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് ബാലന്റെ ജോലിയല്ലല്ലോ, അല്ലെങ്കിൽ CPM മന്ത്രിമാരുടെ ജോലിയല്ലത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. അത് പരസ്യ പ്രസ്താവനകൾ കൂടിയല്ല അതിന് മറുപടി പറയേണ്ടത് എന്നാണ് CPIയുടെ അഭിപ്രായം. അതുകൊണ്ട് ഉചിതമായ സ്ഥലങ്ങളിൽ ഉചിതമായ മറുപടി പാർട്ടി പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റ് തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. ഒരുത്തൻ അണ്ണൻ, മറ്റവൻ തമ്പി. ഇത്രയും തലതെറിച്ച പിള്ളേർ ഈ നാട്ടിൽ വേറെ ഇല്ല. ഒരേ ചോരയാണെങ്കിലും ഇവന്മാര് നേർക്കുനേരിൽ കണ്ടാൽ പിന്നെ യുദ്ധമാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ തന്നെ ഒരുത്തൻ മറ്റവന്റെ കഴുത്തി കുത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. വെരി ഗുഡ്.
ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പിറപ്പുകളെ ഭൂമിയിൽ ഒരിടത്തും കാണിയില്ല. മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യമെടുത്താൽ ചില തീരുമാനങ്ങൾ പുറത്തു പോകും മുൻപ് നടപ്പാക്കേണ്ടതുണ്ടാവും. അതപ്പോൾ ആദ്യം പുറത്തു കൊടുക്കില്ല. കാരണം പുറത്തു കൊടുത്താൽ നടപടി നിരർത്ഥകമായി എന്ന് വരും. കുറച്ചുകൂടി ഭരണകൂടത്തിൻ്റെ നടപടികൾ സുതാര്യമാക്കാനും ജനങ്ങൾക്കുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനും അതുവഴി ജനാധിപത്യം ശക്തിപ്പെടുത്താനും ആ നിയമം കൊണ്ട് കഴിയും എന്നതാണ് അതിൻ്റെ സങ്കല്പം. അത് വേണ്ടാന്ന് വെക്കാൻ ആർക്കും അധികാരമില്ല. നീ എന്തുവാടേ പറയുന്നത്? തണുപ്പത്ത് പീഡിയത്തിൻ്റെ കിടന്ന് നിന്റെ പിരി ഇളയിപ്പോടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും. വ്യക്തിപരമായ ദുരുദ്ദേശങ്ങൾക്കായി ഈ സംവിധാനത്തെ ദുരുപയോഗിക്കുന്നവരുമുണ്ട്. അത് കാണാതിരിക്കേണ്ട കാര്യമില്ല. ആ ഭാഷയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ആ രീതിയിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പാടില്ല. തുറിച്ചു നോക്കണ്ട. നിങ്ങളുടേത് വെറും ബൂർഷ്വാ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ്, യഥാർത്ഥ വിപ്ലവകാരികൾ. നക്സലൈറ്റ്സ് അല്ലെങ്കിൽ മാവോവാദികൾ അവരെ ഉന്മൂലനം ചെയ്യുകയാണ് ശരി എന്ന നിലപാടിനോട് യോജിക്കാത്തവരാണ് ഞങ്ങൾ. അതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് ഒരിക്കലും ഒരു ക്രമസമാധാന പ്രശ്നമല്ല. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അല്ല, പോലീസിൻ്റെ പ്രേതം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ഹലോ, സ്വാമി, എനിക്ക് എന്തെങ്കിലും ഒരു പണിതാ സ്വാമി. ഇവിടെ വെറുതെ ഇരുന്ന് വേലിറങ്ങിയെന്നേ. അതാണ് പ്രതിപക്ഷ നേതാവിന് പോലും ഒരവസരം കൊടുക്കാതെ ഇവർ ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ പ്രതിപക്ഷം എന്തു ചെയ്യും? ഒടുവിൽ ഇതെല്ലാം ആക്ടിംഗ് ആണെന്ന് പറഞ്ഞാൽ ചെന്നിത്തല ശശിയാകും. എന്താവശ്യത്തിന് പോയി? അതല്ലേ പ്രശ്നം. എന്തായിരുന്നു നേടാനുണ്ടായിരുന്നത്? എന്ത് നേടാൻ വേണ്ടിയാണ് സമരത്തിന് പോയത്? ആ ചോദ്യം എന്തുകൊണ്ടാണ് ആരും ചോദിക്കാത്തത്? സമരത്തിന് എന്ത് നേടി എന്ന് പഴയ കാലത്ത് ട്രേഡ് യൂണിയൻ സമരത്തിന് മുതലാളിമാരാണ് പലപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്. സമരം കഴിയുമ്പോൾ തൊഴിലാളി ചോദിക്കും, നിങ്ങൾ എന്ത് നേടി എന്ന്. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പാരമ്പര്യം. കാനം അവിടെ പോയി എന്നുള്ളത് ശരിയാണ്. ഈ തീരുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു പങ്കും വഹിച്ചിട്ടില്ല. ഞാൻ വഹിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനങ്ങനെ ഒന്ന് അവകാശം ഉന്നയിച്ചിട്ട് വേണമല്ലോ അദ്ദേഹത്തിന് നിഷേധിക്കാൻ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതെ, രമൺ ശ്രീവാസ്തവ ഈ ആഭ്യന്തര വകുപ്പിനല്ല പോലീസിന്റെ കാര്യങ്ങളിൽ സഹായിക്കാൻ ഒരു നിശ്ചയിക്കുന്നുണ്ട്. രമൺ ശ്രീവാസ്തവ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് കെ കരുണാകരനും ഹൈറുന്നീസ എന്നൊക്കെയാണ്. അതില്ല, ഇപ്പോൾ കൂട്ടുകെട്ടിൻ്റെ ഓർമ്മ വന്നാൽ ഇപ്പോൾ പ്രണബ് കുമാർ മുഖർജിക്ക് ഔട്ട് ചെയ്തതാരാ? ഞങ്ങളാ. ആരായിരുന്നു UPA ഗവൺമെൻറ്റിലെ സ്പീക്കർ? ഞങ്ങളാ. അടിയന്തരാവസ്ഥക്കാലത്തെ ബന്ധത്തെ ചൊല്ലി വിവാദമുണ്ടായത് ആരുമായിട്ടാണ്? പൂർവ്വബന്ധം ഇതാണല്ലോ ഞങ്ങൾ മേൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. വലിയ 500 പോലും 500. ഇപ്പൊ എവിടെ പോയി 500 അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 മക്കളുടെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ.